السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു ഇസ്ലാമിക്കിലെ പാഠവിഷയമായിട്ടുള്ള ദുറൂസ് എന്ന കിതാബിലെ ക്വാർട്ടർലി എക്സാമിനുള്ള 4 പാഠങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും 4 വിഷയങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അത് 4 പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. ഒന്നാമത്തത് അന്നല്ലാഫത്തു അഥവാ ശുചിത്വം, 2 വീട് സംരക്ഷണം, 3 പ്രകൃതി സംരക്ഷണം, 4 പ്ലാസ്റ്റിക്കിനെ സൂക്ഷിക്കുക. ഈ 4 പാഠങ്ങളും ഒരൊറ്റ നൂലിൽ കോർത്ത മുത്തുമണികൾ പോലെയാണ്. ഇതെങ്ങനെയാണ് മുത്തുമണികളായി മാറുന്നത്? നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരം, നമ്മുടെ വീട്, നമ്മുടെ നാട്, അള്ളാഹു പടച്ച ഈ ഭൂമി, ഇതിനെയെല്ലാം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും എങ്ങനെ സംരക്ഷിക്കണമെന്നും അള്ളാഹും അവൻ്റെ റസൂലും നമ്മെ പഠിപ്പിച്ചത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. അത് കേൾക്കാൻ തുടക്കത്തിൽ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഇരിക്കണമെന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇസ്ലാമിൽ വൃത്തിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും നമ്മൾ കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഹദീത്ത് ഉണ്ട്. അത്തൊഹൂർ ഷത്രുൽ ഈമാൻ. ശുചിത്വം, ശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പകുതിയാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ എപ്പോഴും വൃത്തിയുള്ളവരായിരിക്കണം. ദിവസവും 5 വഖ്ത് നിസ്കരിക്കാൻ നമ്മൾ വുളൂ ചെയ്യുന്നുണ്ട്. വുളൂ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം, കൈകാലുകൾ, കാൽപാദങ്ങൾ എല്ലാം നമ്മൾ കഴുകിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ശരി, അള്ളാഹു വൃത്തിയുള്ളവരെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. നിശ്ചയം അള്ളാഹു പശ്ചാത്താപം ചെയ്യുന്ന, കുറ്റബോധത്തോടു കൂടിയിട്ട് പശ്ചാത്താപം ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ തുടർന്ന് പറയുകയാണ്, ശുചിത്വം പാലിക്കുന്ന, ശുദ്ധി പാലിക്കുന്ന ആൾക്കാരെയും അള്ളാഹു ഇഷ്ടപ്പെടും. സൂറത്തുൽ ബഖറയിൽ 222 ആയത്താണ്. നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചരിത്രമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു വ്യക്തി വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തലമുടിയും താടിയൊക്കെ ചിക്കാതെ, ചീകാതെ, ആകെ ഭ്രാന്തനെ പോലെയാണ് അദ്ദേഹം പ്രവാചകന്റെ മുന്നിലേക്ക് വന്നത്. ശരീരത്തിലൊക്കെ ആകെ അഴുക്ക് ബാധിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയിരുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇയാൾക്ക് തൻ്റെ തലമുടി ചീകി ഒതുക്കാൻ ഒന്നും കിട്ടാറില്ല, സമയം കിട്ടാറില്ലേ? ഈ വസ്ത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഒന്നുമില്ലേ? ഇയാൾക്ക് അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ ചെളിയിൽ നിന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വെള്ളം കിട്ടാറില്ലേ? ഇവിടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരവും വസ്ത്രവും എപ്പോഴും സുഗന്ധമുള്ളതും വൃത്തിയുള്ളതുമായിരിക്കണമെന്നാണ്. നഖം വെട്ടുക, പല്ല് തേക്കുക, കുളിക്കുക, ഇതൊക്കെ ഇസ്ലാമിലെ പുണ്യമുള്ള കാര്യങ്ങളാണ്. വൃത്തി എന്ന് പറയുന്നത് വെറും നമ്മുടെ ഉള്ളു മാത്രം നന്നാക്കിയാൽ പോരാ, നമ്മുടെ പുറം നന്നാക്കണം. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഉള്ളും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ആവട്ടെ, അത് ഉള്ളു നന്നാക്കലാണ്. ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കലാട്ടെ, ഉള്ളു നന്നാക്കലാണ്. നമ്മുടെ ഡ്രസ് കോഡ്, അറ്റയർ വൃത്തിയോട് കൂടിയിട്ട് കൊണ്ടു നടക്കൽ,
അത് ശുദ്ധിയുടെ ഭാഗമാണ്. വൃത്തിയില്ലാത്ത കുട്ടികളെ ആർക്കെങ്കിലും ഇഷ്ടമാവോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വൃത്തിയുള്ള ആളായിരിക്കണം. അപ്പം നമ്മുടെ ശരീരവും വസ്ത്രവും വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മുടെ വീടാണ്. അതെപ്പോഴും സ്വർഗതുല്യമായിട്ട് നമ്മൾ സംരക്ഷിക്കണം. ആണോ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീത്ത് ഉണ്ട്, ബൈത്തി ജന്നത്തി. നമ്മൾ ദുറൂസിൽ രണ്ടാമത്തെ പാഠം പഠിക്കുന്നുണ്ട് നമ്മുടെ വീട് എന്നുള്ള വിഷയത്തിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, എൻ്റെ വീട് എൻ്റെ സ്വർഗമാണ്. നമ്മുടെ വീട് എങ്ങനെ സ്വർഗ്ഗാക്കുക? അതിൻ്റെ വീടും പരിസരവും നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ അത് സ്വർഗമായിട്ട് മാറും. പല കുട്ടികൾക്കുള്ള വിചാരം വസ്ത്രം മാത്രം വൃത്തിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ്. നിങ്ങൾ കിടക്കുന്ന മുറിയാവട്ടെ, നിങ്ങൾക്ക് പഠിക്കുന്ന സ്റ്റഡി ടേബിൾ ആവട്ടെ, ബാക്കി അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉമ്മാൻ്റെ പണിയാണ്. സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ ബാഗ് ഒരു വഴിക്ക്, കുട മറ്റൊരു വഴിക്ക്, ചെരിപ്പ് ഉമ്മറത്ത് ഒക്കെ ഇങ്ങനെ വലിച്ചെറിയാണ്. ഇത് ശരിയാണോ കൂട്ടുകാരെ? ഒരിക്കലുമല്ല. നമ്മുടെ വീട് വൃത്തിയാക്കേണ്ടതായിട്ട് നമ്മൾ പഠിക്കണം. അത് കേടാക്കിയിട്ട് ഇട്ടാൽ അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒരിക്കലും വരൂല. പകരം പിശാചുക്കളാണ് വരിക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണ്ടായി, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വൃത്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയുള്ള ആൾക്കാരായി മാറുക. വനദ്ദിഫു അഫ്നാഇക്കും, നിങ്ങളുടെ പരിസരം നിങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുക. നമ്മുടെ വീടും മുറ്റവും വൃത്തിയാക്കുന്നത് ഉമ്മമാരുടെ മാത്രം പണിയല്ല. നമ്മളും അതിൽ സഹായിക്കണം. കിടന്നുറങ്ങുന്ന പായ മടക്കി വെക്കാനും, പഠിക്കുന്ന മേശ വൃത്തിയാക്കാനും, ഉമ്മയെ വീട് തുടക്കാൻ സഹായിക്കാനും നമ്മൾ എപ്പോഴും തയ്യാറാവണം. അപ്പോഴാണ് അള്ളാഹു അനുഗ്രഹിച്ച നല്ല മക്കളായിട്ട് മാറുക. അത് ആൺകുട്ടികൾക്കും ബാധകമാണ്, പെൺകുട്ടികൾക്കും ബാധകമാണ്. ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൺകുട്ടികൾ ചെയ്യുക, പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് പെൺകുട്ടികളും ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാലോ. സഹായം അവർക്ക് തോന്നണം. പ്രിയപ്പെട്ട ഉമ്മമാരോടാണ് ഇനി പറയാനുള്ളത്. ഉമ്മമാരെ, നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ഈ വലിയ പ്രകൃതിയിലാണ്. പ്രകൃതി സംരക്ഷണം പുണ്യം നേടാനും നമ്മൾ പുണ്യം നേടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു മനുഷ്യന് വേണ്ടിയിട്ട് ഒരുക്കി തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അത് നിങ്ങളെ കുട്ടികൾ അതിൻ്റെ ബോധം ഉണ്ടാക്കി കൊടുക്കണം. ആകാശവും ഭൂമിയും കാറ്റും മഴയും പുഴകളും മരങ്ങളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. എല്ലാം ഓരോ കാരണം വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയോ. വല്ലർദു ബഅദ ദാലിക ദഹാഹ അഖ്റജ മിൻഹാ മാഅഹ വമർആഹ. ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലുതാക്കി, അതിൽ വെള്ളവും പിന്നെ അതേപോലെ പുല്ലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കൊണ്ടുവന്നു. സൂറത്തു നിസായിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമില്ല. ഇന്ന് മനുഷ്യൻ കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു, പുഴകൾ മലിനമാക്കുന്നു, മലകൾ മണ്ണിന് വേണ്ടി പൊളിക്കുന്നു, പാറകൾ പൊട്ടിക്കുന്നു. ഖുർആനിലൂടെ നമുക്ക് ശക്തമായ താക്കീത് തരുന്നു. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമി നന്നാക്കി തീർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ അതിനെ പോയിട്ട് മ്ലേച്ഛമാക്കരുത് എന്ന്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സൂറത്തുൽ അറാഫിലാണ്. മരങ്ങൾ നടുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതും വലിയൊരു ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ. അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖ. മരങ്ങൾ നടുക, അതിനെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഹദീത്ത്. ഒരു മുസ്ലിം ഒരു തൈ നട്ടു, എന്നിട്ട് നല്ല രീതിയിൽ വിതക്കുകയും ചെയ്തു. ഒരു പക്ഷി അല്ലെങ്കിൽ മനുഷ്യന്മാർ, മൃഗം അത് തിന്നു, പഴങ്ങളൊക്കെ തിന്നു.
എങ്കിൽ അതൊരു ധർമ്മമാണ്, അള്ളാഹു സ്വതക്കയായിട്ട് സ്വീകരിക്കും. സ്വഹീൽ ബുഖാരിയിൽ പറയാണ്, ഹദീസ് ഗ്രന്ഥാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒരു മാവിൻ തൈ നട്ട് അത് വലുതായി അതിൽ നിന്ന് കാക്ക വന്ന് മാമ്പഴം കൊത്തി തിന്നാൽ നമ്മുടെ കണ്ണിലേക്ക് സ്വതക്കയായിട്ട് ആ പുണ്യം കയറണം. ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മുടെ പ്രതിഫലം എഴുതുകയാണ്. നിങ്ങൾക്ക് ഒരു നഷ്ടമല്ല. വഴിയിൽ നമ്മൾ എന്തെങ്കിലും മുള്ളുകളോ കല്ലോ കണ്ടു കഴിഞ്ഞാൽ എടുത്തു മാറ്റാം. ഇമാത്തത്തില്ലാത്ത അതിന് ത്വരീഖ്, ഈമാന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് വഴിയിലെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പ്രകൃതിയെ സ്നേഹിക്കലാണ് യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ അടയാളം. ഇനി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് വന്നാലോ? ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമ്മളെ ദുറൂസിലെ അവസാനത്തെ പാഠം, നമ്മൾ മലിനീകരണം നടത്തുകയാണ്. ഇപ്പൊ നമ്മൾ വീട്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രകൃതി ഒക്കെ സംരക്ഷിക്കാൻ റെഡിയായി. പക്ഷെ ഓൾറെഡി ഉള്ള നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രകൃതി നമ്മൾ മലിനമാക്കണം. അതിൽ ഏറ്റവും വലിയൊരു അപകടകാരിയാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ കരുതിയിരിക്കൽ അത്യാവശ്യമാണ്. നമ്മുടെ പുഴകളാവട്ടെ, തോടുകളാവട്ടെ, റോഡിന്റെ അരികിലാവട്ടെ, എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കുകളും കുപ്പികളും കവറുകളാണ്. അള്ളാഹു വായുവും വെള്ളവും മണ്ണും നമുക്ക് തന്നത് തികച്ചും ശുദ്ധമായാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മളത് പ്ലാസ്റ്റിക് മാലിന്യമാക്കിയിട്ട് അതിനെ വലിച്ചെറിഞ്ഞിട്ട് അതിനെല്ലാം മലിനാക്കി. പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരില്ല എന്ന് നമുക്കറിയാം കൂട്ടുകാരെ. അത് മണ്ണിൽ ഒരിക്കലും ലയിച്ചു ചേരൂല. നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ഠത, വിളയിക്കാനുള്ള മണ്ണിന്റെ കഴിവ് നഷ്ടപ്പെടുത്തും. വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് തടയും. നമ്മളൊരു പ്ലാസ്റ്റിക് കവർ റോഡിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് കണ്ട് മറ്റൊരു ജീവി വന്നത് തിന്നാൽ ആ ജീവി ചത്തുപോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ലാ ദർറ വലാ ദിറാറൻ, നാം ആർക്കും ഉപദ്രവം ചെയ്യരുത്, മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാനും പാടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് പ്രകൃതിക്കോ മൃഗങ്ങൾക്കോ ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദ്രസയും വീടും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ, നമ്മുടെ സ്കൂളുകൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ നമ്മൾ 4ാം ക്ലാസ് വരെ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും. മിഠായി തിന്നാൽ അതിൻ്റെ കവറ് അവിടെ ഇടരുത്, ഇടുവോ? വലിച്ചെറിയരുത്. ഇനി മുതൽ അത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡസ്റ്റ്ബിന്നിലോ മറ്റെവിടെയെങ്കിലോ നിങ്ങൾ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. റെഡിയാണോ? എന്തെങ്കിലും തുണി സഞ്ചികൾ, നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കുന്നതിന് പകരം തുണിന്റെ സഞ്ചികൾ ഉണ്ടാവും, അത് ഉപയോഗിക്കുക. അത് ശീലാക്കണം. ഇതാണ് യഥാർത്ഥ പ്രകൃതി സംരക്ഷണം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ 4 പാഠത്തിലുള്ള ഗുണപാഠം ഇൻ ഷോർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാം വലിയൊരു ഗുണപാഠം ഞാൻ നിങ്ങളൊന്ന് ഓർപ്പിക്കുക. നമ്മൾ പഠിച്ച ഈ പാഠങ്ങൾ വെറും ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ള ഒരു ടൂളായിട്ട് നിങ്ങൾ കാണരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും പകർത്താനും നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വീടും പരിസരവും എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അള്ളാഹു തന്ന ഈ പ്രകൃതി ഉണ്ടല്ലോ, അതിനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കണം. മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക് പോലുള്ള മാരക വസ്തുക്കൾ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ പ്രകൃതിയെ, ഭൂമിയെ നശിപ്പിക്കാതിരിക്കും. അള്ളാഹു നമുക്ക് തന്ന ഈ സുന്ദരമായിട്ടുള്ള ഈ ഭൂമി ഉണ്ടല്ലോ, അതിനെ ഒരു കേടും വരുത്താതെ അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. നമ്മൾ നല്ലവരായാൽ നമ്മുടെ നാട് നന്നാകും, നമ്മുടെ ദുനിയാവും പരലോകവും നന്നാകും. അതിലൂടെ നമ്മൾ നല്ലൊരു വിശ്വാസിയായി മാറും. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാവുക, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇന്ന് തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ ഒരു നല്ല ശീലം ഉണ്ടാക്കിയിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട്, പ്രകൃതിൻ്റെ കാവലാളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.